നമസ്കാരം. വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വൈറൽ കുടുംബമാണ്. പാലാറ്റിൻകര ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി ദേവകി വാസുദേവനും കുടുംബവും. ഹലോ മാഡം. നമസ്കാരം. അതെ, എന്നെ ദേവകി എന്ന് വിളിച്ചാൽ മതി, ദേവകി വാസുദേവൻ എന്ന് വിളിക്കണം എന്നില്ല. ഈ വാസുദേവൻ മാമിന്റെ ഹസ്ബൻഡ് അല്ലേ? അതെ, കൂടാതെ കഴിഞ്ഞ മെമ്പറുമായിരുന്നു. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ എന്നോട് മത്സരിച്ച് വെറും 10 വോട്ടിന് പരാജയപ്പെട്ടു. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള മത്സരം നാട്ടിൽ പാട്ടായിരുന്നല്ലോ. ഭർത്താവിനെ തോൽപ്പിച്ചപ്പോൾ എന്ത് തോന്നി? ഞാൻ എന്റെ ഭർത്താവിനെ അല്ല തോൽപ്പിച്ചത്. ഈ നാട്ടില് മെമ്പർ ആയിരിക്കെ ഈ നാടിനെ അഴിമതിയിലേക്ക് നയിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ച അഴിമതിയുടെ രാഷ്ട്രീയമായ MDUവിന്റെ അഴിമതിക്കാരനായ ഒരു നേതാവിനെയാണ് ഞാൻ പരാജയപ്പെടുത്താൻ ശ്രമിച്ചത്. അതിന് എന്നെ വിശ്വസിച്ച ഈ നാട്ടിലെ വോട്ടർമാരോടാണ് എനിക്ക് പ്രത്യേകം നന്ദി പറയാനുള്ളത്. ഓക്കെ മാഡം, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതിനുമുമ്പ് എനിക്കൊരാളെ പരിചയപ്പെടുത്താനുണ്ടായിരുന്നു. ഭർത്താവാണോ മാം? അയ്യോ അല്ല, ഈ തിരഞ്ഞെടുപ്പിൽ എന്തിനും ഏതിനും എന്നോടൊപ്പം നിന്ന് പാർത്തന് ശ്രീകൃഷ്ണൻ എന്നതുപോലെ എൻ്റെ വിജയത്തിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട് പണിയെടുത്ത് ചുക്കാൻ പിടിച്ച എൻ്റെ സ്വന്തം PAയും സുഹൃത്തുമായ KK, അതായത് കൊച്ചാപ്പിക്കുമാരൻ. നമസ്കാരം. വെൽക്കം മിസ്റ്റർ കൊച്ചാപ്പിക്കുമാരൻ. ഐ ആം കൊച്ചാപ്പിക്കുമാരൻ, PA ഓഫ് മെമ്പർ ദേവകി വാസുദേവൻ. ദേവകി. ദേവകി. മിസ്റ്റർ കൊച്ചാപ്പിക്കുമാരന് എന്താണ് മെമ്പറിനെ കുറിച്ച് പറയാനുള്ളത്? എന്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ നിരീക്ഷണ പരീക്ഷണ ഗവേഷണത്തിൽ മെമ്പർ ദേവകിയെ പോലെ അതിശക്തയായ ഒരു നേതാവ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ എന്നല്ല, ഇന്റർനാഷണൽ രാഷ്ട്രീയ ചരിത്രത്തിൽ പോലും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, കേരളത്തിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയാവാൻ പോകുന്നത് പാലാറ്റിൻകര പഞ്ചായത്തിലെ വാർഡ് മെമ്പറായ ശ്രീമതി ദേവകി വാസുദേവനായിരിക്കും. ദേവകി. ആ നിമിഷത്തിനായി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. മാഡം, നമ്മൾ വിഷയത്തിലേക്ക് വരുമ്പോൾ ഈയിടെ ബസ്സിൽ വെച്ചൊരു യുവതിക്ക് സഹയാത്രികളിൽ നിന്ന് വളരെ മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടായി. മാമിന് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അന്നും ഇന്നും എന്നും ഞാൻ അതിജീവതയ്ക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ ആ വീഡിയോ എല്ലാവരും കണ്ടതാണ്. അതിനകത്ത് വ്യക്തമായിട്ട് ആ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ സഹയാത്രികൻ ആ സ്ത്രീയെ ഉപദ്രവിക്കുന്നതായിട്ട്. ഈ കേരളത്തിൽ ഞങ്ങൾ സ്ത്രീകൾ ഒട്ടും സുരക്ഷിതരല്ല എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ് എനിക്ക് രേഖപ്പെടുത്താനായിട്ടുള്ളത്. വാലന്റൈൻസ് ഡേക്ക് വരുവാണല്ലോ മാം. മാമിന്റെ ലൈഫിൽ എപ്പോഴെങ്കിലും പ്രണയം ഉണ്ടായിട്ടുണ്ടോ? പ്രണയിക്കുന്നവരോട് മാമിന് എന്താണ് പറയാനുള്ളത്? അല്ല, ഞാൻ പ്രണയിച്ച് വിവാഹം കഴിച്ച ഒരാളാണ്. പക്ഷെ ഇപ്പൊ ചിന്തിക്കുമ്പോൾ അതാണ് ജീവിതത്തിലെടുത്ത ഏറ്റവും വലിയൊരു തെറ്റായ തീരുമാനം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ തലമുറയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ പ്രണയിച്ച് വിവാഹം കഴിക്കരുത്. അതായിരിക്കും ജീവിതത്തിൽ എടുക്കുന്ന ഏറ്റവും അബദ്ധമായ ഒരു തീരുമാനം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വിളിക്കാവേ. അന്നും ഇന്ന് എന്നും ഞാനും പ്രണയത്തിനെതിരാണ്. പ്രണയിച്ച് വിവാഹം കഴിച്ചാൽ നിന്നെ കൊല്ലൂ. ഓക്കെ മാം, ഇത്രയും നേരം നമ്മളോട് സമയം ചെലവഴിച്ചതിന് നന്ദി. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. അവളുടെ ഇന്റർവ്യൂ കഴിഞ്ഞാ? ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ഈ വാർഡിലെ മുൻ മെമ്പറും ഈ കഴിഞ്ഞ ഇലക്ഷന് സ്വന്തം ഭാര്യയോട് മത്സരിച്ച് വെറും 10 വോട്ടിന് പരാജയപ്പെട്ട മിസ്റ്റർ വാസുദേവനും അദ്ദേഹത്തിന്റെ അനുയായി ഉണ്ണികൃഷ്ണനുമാണ്. ഞാൻ എങ്ങനെയാണ് ഈ തവണത്തെ ഇലക്ഷനിൽ പരാജയപ്പെട്ടെന്നുള്ളത് ഇവിടുത്തെ മണൽത്തരികളിൽ എന്തിനാ പട്ടിക്കും പൂച്ചയ്ക്കും പോലും അറിയാവുന്ന കാര്യമാണ്. സാർ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഇലക്ഷന് പരാജയപ്പെട്ടത്? കള്ളവോട്ട് അല്ലാതെ എങ്ങനെ? അതെങ്ങനെയാണ് ഇത്ര ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്? അല്ല, എല്ലാവരുടെയും ഈ തോറ്റ പാർട്ടി അങ്ങനെയാണല്ലോ പറയാറ്. ആ ഒരു ഫ്ലോയിൽ പറഞ്ഞതാ. സ്വന്തം ഭാര്യയോട് പരാജയപ്പെട്ടപ്പോൾ എന്ത് തോന്നി? എന്ത് തോന്നാൻ? ഒന്നും തോന്നിയില്ല. ഞാനെന്തല്ല ഈ ഭൂലോകത്ത് ആദ്യമായിട്ട് ഇലക്ഷൻ ഇത് നോക്കണത്. എത്രയോ പേര് നിൽക്കണു, എത്രയോ പേര് തോക്കണു, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ തോറ്റാലും ഉണ്ടല്ലോ, ഈ കേരളം ഭരിക്കണ നമ്മുടെ പാർട്ടി തന്നെയാണ് MDU. അതിൽ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. പിന്നെ വരാൻ പോണ നിയമസഭാ ഇലക്ഷനിൽ ഞങ്ങളൊന്നും ഒരു പിടുത്തം പിടിക്കാൻ ഞാൻ നിൽക്കണമുണ്ട്. അതില് സാറിന്റെ പാർട്ടിയായ MDUവിന്റെ ഭരണത്തിൽ സ്ത്രീകൾ കേരളത്തിൽ സുരക്ഷിതരല്ല എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ. ആര് പറഞ്ഞതൊക്കെ? ഈ കഴിഞ്ഞ ദിവസം ബസ്സിൽ ഒരു സ്ത്രീക്ക് നേരെ ഉണ്ടായ അതിക്രമം അതിനൊരു തെളിവല്ലേ? അതെ, ഇപ്പോഴത്തെ കാലത്തേക്കുണ്ടല്ലോ ഈ ആ സ്ത്രീ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ എന്താ പറ്റിയെന്നറിയാം, വ്യാജ വീഡിയോ, അതായത് AI ഇൻവോൾവ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു സാധനമാണ് റീച്ച് കിട്ടാൻ വേണ്ടി. അതൊന്നും വലിയ കാര്യമൊന്നും ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പുരുഷന്മാർക്കാണ് ഇവിടെ ഇപ്പോൾ സുരക്ഷിത ഇല്ലാത്തത്. അതെ, ഇനിയുള്ള തുടർ ഭരണം ഞങ്ങൾക്ക് കിട്ടിയെങ്കിൽ ഇനി ഇവിടെയുള്ള നാട്ടിലെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഒരു മെൻസ് കമ്മീഷൻ ഞങ്ങൾ രൂപീകരിക്കുന്നത്. ഇപ്പൊ വാലന്റൈൻസ് ഡേ വരികയല്ലേ സാർ? അപ്പോ സാറിന് പ്രണയിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? ഈ ലോകത്ത് പ്രണയമില്ലാത്തവരാരാ ഉള്ളേ? എല്ലാവരും പ്രണയിക്കും. പ്രണയം ഇല്ലെങ്കിൽ ലോകവും ഇല്ല. പ്രണയമല്ലേ അഖിലസാരം ഈ ലോകം എന്ന് ആരാണ്ടൊക്കെ പറഞ്ഞിട്ടില്ല. ആരോ പറഞ്ഞ പോലെ തന്നെ ഞാൻ പ്രണയിച്ചല്ലേ കല്യാണം കഴിച്ചേ.
അതുകൊണ്ട് പ്രണയമില്ലാത്തവരില്ല, എല്ലാവരും പ്രണയിച്ച് തന്നെ. ഭൂമിയെ പ്രണയിക്കുന്നില്ലേ, അതേപോലെ മുമ്പിലേക്ക് പോകും. അതെ അതെ, ഞങ്ങൾ തുടർഭരണം വരികയാണെങ്കിൽ നമ്മൾ ബീച്ചിൽ പോകുന്നവർക്ക് നമുക്ക് ഐസ്ക്രീമും കപ്പലണ്ടി സൗജന്യമായി കൊടുക്കുന്നതും, പിന്നെ അതുപോലെ തന്നെ പാർക്കിൽ പോകുന്നവർക്കുള്ള സൗകര്യം, പിന്നെ യാത്ര ചെയ്യാനുള്ള സൗകര്യം എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും. ഇനിയിപ്പോൾ പെണ്ണില്ലെങ്കിൽ പെണ്ണ് സെറ്റാക്കി കൊടുക്കാൻ, അല്ല അങ്ങനെയല്ല, സ്നേഹിക്കാൻ ഒരു പെണ്ണില്ലാത്തവർക്ക് അത് കണ്ടുപിടിക്കാനുള്ള ഒരു പദ്ധതിയും കൂടി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അല്ലേ അല്ലേ പല പല സ്കീമായിട്ട് ഇങ്ങനെ നമ്മുടെ പാർട്ടിയിൽ അതിനെപ്പറ്റി ഒരു ആലോചന ഉണ്ട്. അപ്പോൾ നമ്മളതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. തുടങ്ങാം. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ദേവകിയുടെയും വാസുദേവന്റെയും മകളാണ് റാണി ദേവകി. മാത്രമല്ല, ഓരോ ദിവസവും തന്നെ കണ്ടന്റ് കൊണ്ട് സോഷ്യൽ മീഡിയ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൈറൽ ഇൻഫ്ലുവൻസർ കൂടിയാണ് റാണി. ഹലോ റാണി. ഹലോ ഗൈസ്, വെൽക്കം ടു റാണീസ് വേൾഡ്. അയ്യോ മാം, ഇത് വ്ളോഗ് അല്ല. ഓ സോറി, മൈ ഫോൾട്ട്. യു കണ്ടിന്യൂ. റാണി പെട്ടെന്ന് വൈറലായ ഒരു ഇൻഫ്ലുവൻസർ ആണ്. അതും സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും വഴക്ക് കണ്ടന്റായി ഷൂട്ട് ചെയ്താണ് റാണി റീച്ച് കൂട്ടിയത്. ഇങ്ങനെ വൈറലായപ്പോൾ റാണിക്ക് എന്താണ് തോന്നിയത്? അതിൽ തന്നെ ചെറിയൊരു തിരുത്തുണ്ട്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വഴക്കല്ല ഞാൻ വൈറലാക്കിയത്, രണ്ട് രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയ പോരാണ് ഞാൻ വൈറലാക്കിയത്. ഈയിടെ ബസ്സിൽ വെച്ച് ഒരു സ്ത്രീക്കെതിരെ അതിക്രമം നേരിട്ടിരുന്നല്ലോ, അതിനെക്കുറിച്ച് ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ റാണിക്ക് എന്താണ് പറയാനുള്ളത്? അത് ഒരു ഇൻഫ്ലുവൻസർ എന്ന രീതിയിലല്ല എനിക്ക് പറയാനുള്ളത്, ഒരു സ്ത്രീ എന്ന രീതിയിലാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ആ ലേഡീനെ ഞാൻ പേഴ്സണലായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ എല്ലാ സപ്പോർട്ടും ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നമ്മൾ വെച്ച് പൊറപ്പിക്കരുത്. എത്രയും പെട്ടെന്ന് നമ്മുടെ ജുഡീഷ്യറി അതിനൊരു എന്താ പറയുക, ഒരു ഡിസിഷൻ എടുക്കേണ്ടതാണ്. എൻ്റെ എല്ലാ സപ്പോർട്ടുമാണ് ആ ലേഡിക്ക് വേണ്ടി. അവരൊരു സ്ട്രോങ് ലേഡിയാണ്. ഓക്കെ, ഇപ്പോൾ വാലന്റൈൻസ് ഡേ വരാൻ പോവാണ്. അപ്പോൾ പ്രണയത്തെക്കുറിച്ച് റാണിക്ക് എന്താണ് പറയാനുള്ളത്? പ്രണയം നല്ലൊരു ഇമോഷനാണ്, നല്ലൊരു വികാരമാണ്. നമ്മൾ കേട്ടിട്ടില്ലേ, വൃദ്ധനെ ചെറുപ്പക്കാരനാക്കുന്നു, അതായത് 17കാരനാക്കുന്നു, അസുരനെ ദേവനാക്കുന്നു, അങ്ങനെ എല്ലാവരെയും എല്ലാമാക്കുന്ന വളരെ നല്ലൊരു സംഭവമാണ് പ്രണയം. ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാ ചെറുപ്പക്കാരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. റാണി കമ്മിറ്റഡ് ആണോ? ഞാൻ കമ്മിറ്റഡ് അല്ല, സിംഗിൾ ആണ് ഞാൻ. പക്ഷേ ഞാൻ ഒരു നല്ലൊരു വൈബ് കിട്ടുന്ന ഒരാൾക്ക് വേണ്ടി ഞാൻ സെർച്ചിങ് ആണ്. നല്ലൊരാളെ കിട്ടട്ടെ. അങ്ങനെ നല്ല വൈബുള്ള ഒരാളെ ഉടനെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റട്ടെ. അങ്ങനെയുള്ളവർ എത്രയും പെട്ടെന്ന് DM ചെയ്യേണ്ടതാണ്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഈ പഞ്ചായത്തിലെ യുവാക്കളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള 2 ചെറുപ്പക്കാരാണ്. വെൽക്കം. ഇയാളല്ലേ നേരത്തെ? ഞാൻ അവിടെയുണ്ട്, പക്ഷെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ അല്ലേ. നിങ്ങൾ സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ? ഹലോ, ഞാൻ സൂര്യജിത്ത്. ഞാൻ ഉണ്ണികൃഷ്ണൻ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ദേവകിയുടെയും വാസുദേവന്റെ മോൻ കൃഷ്ണൻ. ആ കൃഷ്ണൻ ഞാനല്ല, ഞാൻ UK ഉണ്ണികൃഷ്ണൻ. പിന്നെ ഇവന്റെ പേര് സുജിത്ത് എന്നാ, സൂര്യജിത്ത് എന്ന് വെറുതെ പറഞ്ഞ. ഉണ്ടായിരടാ, ഞാൻ നമ്മളെ മെമ്പർ ദേവിയുടെ അയൽവാസിയാ. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, അതിനൊന്നും ചോദിച്ചില്ലല്ലോ. ആക്ച്വലി നിങ്ങൾ ഞങ്ങളുടെ ലിസ്റ്റിലില്ല. ഞങ്ങൾ വൈറൽ ഫാമിലിയെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാ. അയ്യോ, ഇവൻ ആ ഫാമിലിയിലുള്ളതാ. മനസ്സിലായില്ല. അല്ല, ഉടനെ തന്നെ ഫാമിലി കയറും, കമ്മിങ് സൂൺ. അതെ, നെയ്ബർ ആണെന്നല്ലേ പറഞ്ഞത്? ഈ മെമ്പറുടെ മോൾ റാണിയെ കെട്ടാൻ വന്ന ആരാ? ആരാ? ഇവനാ. ഓ, അതൊരു എക്സ്ക്ലൂസീവ് ഇൻഫർമേഷൻ ആണല്ലോ. സീക്രട്ട് ആണ് കേട്ടോ, പുറത്തുവിടണ്ട. മാരേജ് ഒക്കെ ഫിക്സ് ചെയ്തോ? ഇവൻ ഫിക്സ് ചെയ്തു, പക്ഷെ അവര് ഫിക്സ് ചെയ്തില്ല. മനസ്സിലായില്ല. എന്റെ പൊന്നു പെങ്ങളെ 15 കൊല്ലമായിട്ട് ഒലിപ്പിച്ച് നടക്കാണ്. ആ പെങ്കൊച്ചാണെങ്കിൽ തിരിഞ്ഞു നോക്കുന്നില്ല. അവൾക്ക് ചെറിയ ഇഷ്ടമുണ്ട്, പക്ഷെ ഷൈ ആവണ്ട് പറയാത്ത. നിനക്ക് നാണുണ്ടോ ആ ജാടക്കാരുടെ പുറകെ നടക്കാനായിട്ട്? അവൾക്ക് തന്നെ അവളൊരു വ്ലോഗും ഒരു ഫോണും. എന്റെ റാണിയെ പറ്റി വല്ലതും പറഞ്ഞാണ്ടല്ലോ. സോറി ഗൈസ്, നമ്മുടെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതിയ പ്രോഗ്രാമുമായി അടുത്ത ദിവസം കാണാം. ബൈ. എടാ UK, എന്താ ശാനെ? നീ ആ ഇന്റർവ്യൂലുണ്ടല്ലോ മെൻസ് കമ്മീഷനെ പറ്റി കാച്ചില്ലേ, അത് ഇതിൽ തകർത്തുട്ടാ. ഇനി എന്ത് പറ്റുന്നറിയാം, പുരുഷന്മാരൊക്കെ നമ്മുടെ ഒപ്പം ആയിരിക്കും. എനിക്കറിയാലോ അച്ഛനെ, അതുകൊണ്ടല്ല ഞാനത് എടുത്തു പറഞ്ഞത്. പക്ഷെ നമുക്ക് ഭരണ തുടർച്ച കിട്ടുമോ എന്താണെന്നറിയോ, ജനവികാരം ഒക്കെ ഉണ്ടല്ലോ എതിരാ. ആശാൻ ഇങ്ങനെ പേടിക്കാതെ, അടുത്ത നിയമസഭ ഇലക്ഷന് ജനം നമ്മുടെ കൂടെ നിൽക്കും, അത് കട്ടയ്ക്ക് നിൽക്കും. ഉറപ്പാ? അതെ, അല്ലെങ്കിൽ ഇവിടെ ചിലവര് കള്ളവോട്ടിലൂടെ എന്നെ തോപ്പിച്ച പോലെ പ്രതിപക്ഷത്തിന് എന്തെങ്കിലും ഒരു കളി നടക്കേണ്ടി വരും. വല്ലതും ഒഴിഞ്ഞായിരുന്നോ? എന്ത് വല്ലതും ഒഴിഞ്ഞായിരുന്നോന്ന്? ഓ, മൊഴിഞ്ഞു. എന്തേ?
അതെ, ഒരു നേതാവിന് ആദ്യം വേണ്ട ക്വാളിറ്റി ഇലക്ഷനിൽ പരാജയപ്പെട്ട് അത് അംഗീകരിക്കാനുള്ള മനസ്സാണ്. അല്ലാതെ പിള്ളേരെ പോലെ മറ്റേ വോട്ട്, കള്ള വോട്ട്, മറിച്ചേ വോട്ടെന്നും പറഞ്ഞോണ്ടേ ഇങ്ങനെ മോങ്ങിയല്ല. എടാ യുക്കെ, ഞാഞ്ഞൂളുകൾ പോലും തലവെക്കി തുടങ്ങിയിട്ടാ. കലികാലം. അതെ. എണീക്കടാ, എണീക്കടാ അവിടുന്ന്, എണീക്കടാ. ആശാനേ. അതെ, ഈ വീട് എന്റെയാ. ഇവിടെ ആര് കേറണം ഇറങ്ങണമെന്ന് ഞാനാ തീരുമാനിക്കണം. ആശാനല്ല. ഇറങ്ങണ എന്റെ വീട്ടിൽ നിന്ന് വിളിക്കാൻ വന്നിരിക്കുന്നു. എന്നെ അറിയില്ല തള്ളക്ക്. 10 വോട്ടിന് ജയിച്ചു വിചാരിച്ചിട്ട് 16 വോട്ടിന്റെ അഹങ്കാരം കാണിക്കുക. രാഷ്ട്രീയ മൂലച്ചേരി. നീ എന്താടാ അവിടെ? ഞാൻ കുറച്ച് രാഷ്ട്രീയം പഠിക്കാൻ വേണ്ടി വന്നതാ. നീ നിയമസഭ കണ്ടിട്ടുണ്ടോടാ? നീ സെക്രട്ടറി കണ്ടിട്ടുണ്ടോടാ? ഇല്ല. ഇതൊക്കെ കാണാടാ രാഷ്ട്രീയം പഠിക്കാൻ വരുന്നത്. എന്നാ ഞാൻ പോയി കണ്ടിട്ട് വരാം. അവിടെ വന്നേ. ആ ഞാൻ ഇച്ചിരി വിഷയാട്ടോ. ആണോ? എന്നാ സ്കൂളിൽ പോയി പഠിപ്പിക്കും.